മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡിസ്ചാർജ് ആവുകയല്ല, ഡിസ്ചാർജ് വാങ്ങിയിട്ടാണ് വരുന്നത്. കാരണം സ്വന്തം വീട്ടിൽ ഇപ്പോൾ നിൽക്കേണ്ട അവസ്ഥയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വീട്ടിലെത്തുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഡിസ്ചാർജായി വീട്ടിലെത്തുന്നത് കണ്ടിട്ട് അലീനയ്ക്കും കൃഷ്ണമോൾക്കും ആണെങ്കിൽ അത്ഭുതം തോന്നുന്നുണ്ട്. അവരൊട്ടും തന്നെ ഇത്രയും വേഗം എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്നേഹത്തോടു കൂടി അവർ വരവേൽക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ്റെ മനസ്സിലാണെങ്കിൽ അടങ്ങാത്ത വിങ്ങിപ്പൊട്ടലുകളും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയോട് സംസാരിക്കുന്ന ആ ഒരു സ്വരത്തിലും ഒക്കെ ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു. അറിയാതെ അലീന വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ബാലചന്ദ്രൻ തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ടാണെങ്കിലും അലീനയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ തൻ്റെ സമനില തെറ്റിയപ്പോൾ പറഞ്ഞു പോയതാണ്. പക്ഷേ എങ്കിലും അലീനയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നത് എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നമായി തുടങ്ങി, അച്ഛന് പോലും എന്നെ ഇഷ്ടമില്ലാതായി തുടങ്ങിയോ എന്നുള്ള ആ ഒരു സംശയം അലീനയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ പിന്നീട് കൃഷ്ണമോളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മോളിപ്പോൾ സ്കൂളിലൊന്നും പോവാറില്ല അല്ലേ, മോള് വിദ്യാഭ്യാസവും പഠിത്തവും ഒക്കെ മുടങ്ങിയില്ലേ, എന്താ ബബിതയുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ബബിതേച്ചിക്ക് പിന്നെ പഠിക്കണം എന്നുള്ളതില്ലല്ലോ, കോളേജിൽ പോകണം എന്നില്ലല്ലോ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മാത്രമല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാവോ, അല്ലാതെ പഠിക്കണം എന്നുള്ള ചിന്തയില്ലല്ലോ. പിന്നെ ഇപ്പോഴാണെങ്കിലും കിട്ടിയ അവസരമല്ല, അതിനെക്കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങാതെ 24 മണിക്കൂറും ഫോണിലും കുത്തി ഇരിക്കുകയാണ് പതിവ്. ആരോടൊക്കെയോ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, മുഴുവൻ സമയം ഫോണിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണമോളെ. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ ബബിത സംസാരിക്കുന്ന സമയത്ത് ആരാണ് സംസാരിക്കുന്നത് എന്നറിയാനായിട്ടൊന്നും നോക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ, എന്നെ ചേച്ചിയുടെ അടുത്ത് പോലും നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു ചെന്നാൽ നീ ഇവിടെ നിൽക്കണ്ട, നിൻ്റെ ചേച്ചി അലീന ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യാറുള്ളത്, എന്നോട് ഒരു അടുപ്പവും കാണിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണമോള്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചിയുടെ പോക്ക് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അച്ചാച്ചനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ ബബിതയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുറിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് ബബിത ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എടാ, നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ഈ രീതിയിൽ ആരോടായി സംസാരിക്കുന്നത്, ഒരു ആൺസുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത്, ഇനി ഇവളും വഴി പിഴച്ചു പോയോ എന്നൊക്കെ ചിന്ത ബാലചന്ദ്രൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ ബബിതേ, നീ ആരോടാ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അകത്തോട്ട് കയറി വരികയാണ്. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് വെപ്രാളപ്പെട്ടിട്ട് ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വിളിച്ചത് കേട്ടപ്പോൾ നീ ഫോൺ ഓഫ് ചെയ്തത്, നിൻ്റെ ഫോണിൽ ആരാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെൻ്റെ ഫ്രണ്ടാണ്, ഞാനിപ്പോൾ കോളേജിലൊന്നും പോവാറില്ലല്ലോ, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്നെ കാണണമെന്നുള്ളത് ആഗ്രഹം പറഞ്ഞല്ലോ, അങ്ങനെ ആ രീതിയിലാണല്ലോ കേട്ടത്, ഒരാൺ സുഹൃത്ത് സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്, എന്തായി ഇനി നീയും വേറെ വല്ലതും പ്ലാനിങ്ങിലുണ്ടോ, എല്ലാവരും കൂടെ ഈ അച്ഛനെ അങ്ങ് ഇല്ലാതാക്കിയേക്ക്, അതൊക്കെയാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം, ഒരു ആൺതരിയുള്ളത് അവസാനം വാർദ്ധക്യമാകുന്ന സമയത്ത് ഒരു തണലാകുമെന്ന് കരുതിയിട്ട് വളർത്തിയ മകനാണ് ഇപ്പോൾ പറയിപ്പിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്നത്, ഇനി നീയായിട്ട് അതിനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കേണ്ട, നിൻ്റെ അമ്മയല്ലേ നിങ്ങളൊക്കെ വളർത്തിയത്, ആ ഒരു ദോഷം എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ കുഴപ്പം, ആ അലീന എന്ന് പറയുന്നവൾ വന്ന ശേഷമല്ലേ അമ്മ ചീത്തയും ഒക്കെ മോശക്കാരിയായതും, അച്ഛനും അതുവരെ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഒന്നും അറിയാതെ വിഡ്ഢിയെപ്പോലെ നിൻ്റെ അമ്മയുടെ കൂടെ 21 വർഷമാണ് ഞാൻ ജീവിച്ചത്, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു, അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത, വഞ്ചിക്കപ്പെടുകയായിരുന്നെന്നോ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കിക്കോളും, ഇപ്പോൾ നീ ആരോടാ സംസാരിച്ചത്, നിൻ്റെ ഫോണൊന്ന് എനിക്ക് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് പറിച്ച് വാങ്ങുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, എനിക്ക് ഫോണിൽ ആരോട് സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അച്ഛൻ അതെന്തിനാണ് ശ്രദ്ധിക്കുന്നത്, അച്ഛനിപ്പോൾ അലീനയല്ലേ വലുത്, അവരുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ തിരിച്ച് ചൂടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നിൻ്റെ കാര്യം ഞാൻ നോക്കുകയും ഒക്കെ ചെയ്യും, അതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ ഫോൺ നോക്കുന്ന സമയത്ത് അതിൽ ആൺസുഹൃത്തിൻ്റെ പേരാണ് കാണുന്നത്. എന്നിട്ട് ഇതാരടി, നീ ആരോടായി സംസാരിക്കുന്നത്, അല്ലെങ്കിലും ഇപ്പോൾ നിന്നെക്കുറിച്ച് പരാതിയാണ്, ഏത് നേരവും നീ ഫോണിലാണെന്നുള്ളത്, നീ ആരോടാ സംസാരിക്കുന്നത്, ഇനി നിൻ്റെ ഉദ്ദേശം എന്താ, അതും കൂടെ തുറന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ സ്വസ്ഥമായിട്ട് അങ്ങ് ഇരിക്കാമായിരുന്നു എന്നൊക്കെ ചൂടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ബബിത ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്.